ബി.ജെ.പി നേതാവ് സന്ദീപ് വാര്യർ കൂടി ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, കേരളം വീണ്ടും ഭീകരർക്ക് ഒളിത്താവളമാകുന്നു എന്നുള്ളൊരു കാര്യം ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ഈ സവാദിനെ പിടികൂടിയെന്ന് കൂടെ ആ ഒരു ഉദാഹരണം കൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ ഭീകരർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നത് പോലീസും സർക്കാരും ഒക്കെ തന്നെ എന്ന കാര്യം കൂടെ വ്യക്തമാവുകയില്ലേ? നമുക്ക് ദീർഘകാലമായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങളിലൂടെ ഇക്കാര്യത്തെ സാധൂകരിക്കാൻ സാധിക്കുമല്ലോ. കാരണം കേരളത്തിൽ നിന്ന് തന്നെ നിരവധിയായിട്ടുള്ള ഭീകരവാദ കേസുകളിലെ പ്രതികളെ കേരളത്തിൽ വന്ന അന്യ സംസ്ഥാനത്തെ പോലീസുകളും ദേശീയ അന്വേഷണ ഏജൻസികളും എന്തിനേറെ അന്താരാഷ്ട്ര ഏജൻസികൾ വരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ കാലങ്ങളായി കേരളത്തിൽ ഒളിവിൽ കഴിയുന്ന ഭീകരവാദികളെ കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, പിടികൂടിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ഇന്ത്യൻ സംവിധാനവും പോലീസും ഒക്കെ എപ്പോഴും ഇവരെ തിരിച്ചറിയുന്നതിലോ അവരെ പിടികൂടുന്നതിലോ പരാജയപ്പെടുന്നു. അതല്ലെങ്കിൽ കേരളത്തിലെ ഭരണ നേതൃത്വം പോലീസിനെ നിശബ്ദരാക്കി വെക്കുന്നു, ഇവരെ സഹായിക്കാൻ വേണ്ട നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കേരളം എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാന് തുല്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. ഒസാമ ബിൻ ലാദൻ അടക്കമുള്ള അന്താരാഷ്ട്ര ഭീകരവാദികൾക്ക് ഒളിത്താവളം ഒരുക്കി കൊടുത്ത പാകിസ്ഥാൻ സർക്കാരിന്റെ ഇതിന് തുല്യമായിട്ടുള്ള, പാകിസ്ഥാൻ ആർമിയുടെ ഇതിന് തുല്യമായിട്ടുള്ള സമീപനമാണ് കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരുകളും കേരളത്തിലെ പോലീസും ഒക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കിവിടെ പാരീസിൽ സ്ഫോടനം ഉണ്ടായി, പാരീസിൽ ഭീകരവാദി ആക്രമണം ഉണ്ടായി. പാരീസിൽ ഭീകരവാദി ആക്രമണം ഉണ്ടായപ്പോൾ ഫ്രഞ്ച് സേന അല്ലെങ്കിൽ ഫ്രഞ്ച് പോലീസ് അന്വേഷണവുമായി വരുന്നത് എവിടെയാണ്? കേരളത്തിലേക്കാണ് വരുന്നത്. ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ പള്ളികളിൽ സ്ഫോടനമുണ്ടായി, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ശ്രീലങ്കയുടെ കരസേനാ മേധാവിയാണ് കേരളം വഴിക്കാണ് ഭീകരവാദികൾ വന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, സ്ഫോടനങ്ങൾക്കും ഒക്കെ കേരളം ഒരു ലോഞ്ചിങ് പാഡ് ആവുന്നു, ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലമാകുന്നു എന്നുള്ളത് വ്യക്തമാണ്. കേരളത്തിൽ നിന്ന് വ്യക്തമായ രീതിയിൽ രാഷ്ട്രീയ പിന്തുണ, ബൗദ്ധിക പിന്തുണ, സാമ്പത്തിക പിന്തുണ എന്നിവ ഈ ഭീകരവാദ സംഘടനകൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളം വളരെ സുരക്ഷിതമായ ഒരു പ്രദേശമായി ഭീകരവാദികൾ കണക്കാക്കുന്നത്. ഈ കേസിൽ മാത്രമല്ല, നേരത്തെ വാഗമണ്ണിൽ നടന്നിട്ടുള്ള ഭീകര പരിശീലനവുമായി ബന്ധപ്പെട്ട കേസുകളടക്കം നിരവധി കേസുകളിൽ അന്യ സംസ്ഥാനത്തെ പോലീസ് സേനകൾ വന്നിട്ടാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അന്യ സംസ്ഥാനത്തെ ഏജൻസികൾ വന്നിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. നമുക്ക് നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്.